സാറ് നേരത്തെ കൊടുത്തൊരു അഭിമുഖത്തിൽ കോൺഗ്രസ് ന്യൂനപക്ഷ വോട്ട് മതി എന്നുള്ള ചിന്തയുമായാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. പത്രത്തിന് നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതേ അഭിപ്രായം ഇപ്പോഴുണ്ടോ? എന്താണ്? അല്ല, അവരത് ആഗ്രഹിക്കുന്നില്ലേ? ഇല്ലേ? ഒരു നേതാവ് ഇവിടെ വന്ന് പോയ നേതാവ് NSSന്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ എന്താണ്? സമുദായ സംഘടനകൾ തിണ്ണകയറി നിരങ്ങരുതെന്നാണ് പറഞ്ഞത്. എന്നിട്ടത് ഈ അടുത്ത ദിവസം എന്തെന്നാ ചെയ്തു? ഈ വലിയ തത്വം പറയുന്നവര് കനാനായ സഭയുടെ തിരുമേനി ആരെ കാണാൻ സിനഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് കാലേ വീണ്ടു. എന്തിനാ അങ്ങത്തെ പോയ? എന്തിനാ പോയത്? അപ്പൊ അതുകൊണ്ട് അതൊന്നും പറയാൻ അവർക്കാർക്കും യോഗ്യതയൊന്നുമില്ല. അത് ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. ഞങ്ങളിപ്പം NSS SNDP ഐക്യത്തെ പറ്റി മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അതിനകത്ത് ശരിയല്ല. അതിന് പ്രധാന ഘടകമായി സംഭരണമാണ്. അപ്പോൾ സംഭരണത്തിന്റെ കാര്യത്തിൽ വേറൊരു മറുഭാഗത്ത് നിന്ന് ശക്തമായി നിൽക്കുന്ന ലീഗൽ. അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു എന്നുള്ളൂ. പ്രതിപക്ഷ നേതാവ് ഇന്നും ഈ വർഗീയതയ്ക്കെതിരായ ശക്തമായ നിലപാടാണ് താൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് യാതൊരു യോഗ്യതയും അത് പറയാനില്ല. അതാണ് ഞാനിപ്പം മുമ്പേ പറഞ്ഞ കാര്യം മാത്രം. സമുദായ സംഘടനകളെ തിണ്ണ നിറങ്ങരുത് നേതാക്കന്മാര് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എവിടെ പോയി? എന്നല്ലേ അതിന് മനസ്സിലാക്കേണ്ടത്. ആര്? അല്ല, അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു? എന്റെ സ്ഥാനമോ എന്റെ പ്രസ്ഥാനത്തിന്റെ മാന്യതയോ നോക്കാതെ തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇല്ലാന്ന് പറയത്തില്ല. പക്ഷെ ഞങ്ങളത് ക്ഷമിച്ചു. കാരണം എന്താണെന്ന് അറിയാം. പ്രായത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നതാണ്. ഒരു മഹാപ്രസ്ഥാനത്തിന്റെ കസേരയിൽ ഇരിക്കുന്നതാണ്. ആ സ്ഥിതിക്ക് നമ്മൾ അതിന് മറുപടി പറയുന്നത് ശരിയല്ല. നമ്മളത് പൊറുക്കണം. അതാണ് അതിൻ്റെ ശരി. അദ്ദേഹം പ്രായമാത സാഹചര്യത്തിൽ ഇതുപോലെ പറയും ആധികാരികതയോടെ. അത് നമ്മൾ അത്ര കണക്കിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം തെറ്റ് ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിനും വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ, അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ള അഭിപ്രായം വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇന്നലെ അറിയുന്ന കാര്യമല്ലേ ഇത്. അതിനി അതിൻ്റെതായ വഴിക്ക് അവരാവശ്യപ്പെടുന്നുണ്ട്. അവര് ചാനലിൽ കൂടെ പറഞ്ഞു അവർ 21-ാം തീയതി കൂടി ആലോചിക്കും പറഞ്ഞു. അതിനുശേഷം NSSുമായിട്ട് ഈ ആശയപരമായിട്ട് ഞാൻ ഇതിനോട് യോജിക്കുന്നു. NSSും ആ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. SNDP NSS ആയിരിക്കാം. എന്തോ രാഷ്ട്രീയമോ? ഈ ആശയം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആശയവും ഇല്ല. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. എല്ലാവരുമായിട്ടും അവരുമായിട്ട് എതിർപ്പില്ലായിരുന്നല്ലോ. പിന്നെ അങ്ങനെ ആശയം വന്നു. ഞങ്ങൾക്ക് അവരുമായിട്ട് എതിർപ്പില്ലായിരുന്നു. SNDPയുമായിട്ടോ വെള്ളാപ്പള്ളി നടേശനുമായിട്ടോ എതിർപ്പില്ലായിരുന്നു. സുകുമാരൻ നായർക്കോ അല്ലെങ്കിൽ NSSനോ എതിർപ്പില്ലായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്. അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് അധികാര സ്ഥാനങ്ങൾ അല്ലെങ്കിൽ സമുദായമാകെ അവഗണിക്കപ്പെടുന്നു തോന്നലുകളുണ്ടോ? അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഞങ്ങള് പാർലമെന്ററി മോഹമൊന്നും ഇല്ലാത്ത ആളുകൾ. പാർലമെന്ററി അല്ല സാറേ, അംഗങ്ങൾക്ക് സമുദായ അംഗങ്ങളൊക്കെ അവഗണിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള തോന്നലുകളുണ്ടോ? അല്ല, ഞങ്ങൾ അങ്ങനെ അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ലാന്നില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.